ഡിയർ ഫ്രണ്ട്സ്, പെറ്റ് ആൻഡ് ലീവിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ നാളത്തെ കാത്തിരിപ്പ്, ഓർക്കിഡിനെ സംബന്ധിച്ചിടത്തോളം മാസങ്ങളോളം കാത്തിരുന്നതിന് ശേഷമാണ് നമുക്ക് അതിനകത്തുനിന്ന് ഒരു പൂവ് കിട്ടുന്നത്. ആ പൂവ് വന്ന് അതിന് ഏതെങ്കിലും പ്രാണികൾ വന്ന് അറ്റാക്ക് ചെയ്ത് നശിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു വിഷമം അത് വല്ലാത്തൊരു വിഷമമാണ് അല്ലേ. അങ്ങനെ എൻ്റെ ഓർക്കിഡുകൾ പൂക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഇവിടെ ഇൻസെക്റ്റിൻ്റെയൊക്കെ ആക്രമണം വന്നു തുടങ്ങി, പൂക്കളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ജൈവ കീടനാശിനിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ഏതൊരു വളമായാലും കീടനാശിനി ആയാലും അത് ഞാൻ ഉപയോഗിച്ച് നല്ല എഫക്റ്റ് ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമേ അത് നിങ്ങളിലേക്ക് തരാറുള്ളൂ. അതുപോലെ ഞാനിവിടെ ഉപയോഗിച്ചതിന് ശേഷം അത് നല്ല ഫലപ്രദമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളെ അത് പരിചയപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മളിപ്പം ഏതൊരു കീടനാശിനി ആയിരുന്നാലും, ജൈവ കീടനാശിനി ആയിരുന്നാലും രാസ കീടനാശിനി ആയിരുന്നാലും, നമ്മൾ അറ്റാക്കിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കണം. അങ്ങനെ ഒരു 4 പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ അറ്റാക്കിൽ നിന്ന് നമുക്കതിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കൂ. അങ്ങനെ ഞാനിവിടെ ഉപയോഗിക്കുന്ന കീടനാശിനിയാണ്, ഇതാ നോക്കിക്കേ, പാൽക്കായം. ആകെ 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് പാൽക്കായം, രണ്ടാമത് തൈര്. ഇത് നല്ലൊരു വളവും കൂടെയാണ്. അതിനോടൊപ്പം തന്നെ ഇഫക്റ്റ് ഉള്ള ഒരു ജൈവ കീടനാശിനിയും കൂടെ ആണ്. അപ്പം ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത് 10 ഗ്രാം പാൽക്കായം, 20 ml തൈര് 1 ലിറ്ററിന്. അപ്പം ഞാനിവിടെ 5 ലിറ്ററാണ് റെഡിയാക്കുന്നത്. അതായത് 50 ഗ്രാം പാൽക്കായവും 100 ml തൈരുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിനെ ശ്രദ്ധിക്കേണ്ടുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ആ സമയത്ത് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാനൊരു 50 ഗ്രാം പാൽക്കായം ഇവിടെ ഇവിടെ വരുന്നതിന് ഒരല്പം മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് ഇതുപോലെ നമ്മൾ കൈകൊണ്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഇരുന്ന് ഇളക്കിയാൽ ഇത് കംപ്ലീറ്റ് അത് ഡിസോൾവ് ആവും, ലയിച്ച് ചേരും. ഒരു അല്പം മുമ്പ് ഞാൻ ഇട്ടതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിത് സന്ധ്യാസമയത്ത് വേണം നമ്മളിത് പ്രയോഗിക്കേണ്ടുന്നത്. കാരണം ആ സമയത്താണ് കീടങ്ങളുടെയൊക്കെ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ 5 ലിറ്റർ വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 50 ഗ്രാം പാൽക്കായം അതിൽ ചേർക്കുകയാണ്. അതുപോലെ തന്നെ 100 ml തൈര്. 1 ലിറ്ററിന് 20 ml ആണ്. 5 ലിറ്ററിന് 100 ml തൈര്. ഇതുപോലെ ഉടച്ച് ചേർത്തിട്ട് വേണം നമ്മൾ വെള്ളത്തിലോട്ട് ചേർക്കാം, അല്ലെങ്കിൽ കട്ടയായിട്ട് അവിടെ കിടക്കും. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് ചെടിക്കൊരു റെസ്റ്റ് കൊടുക്കണം. ഒരു 4-5 ദിവസമെങ്കിലും റെസ്റ്റ് കൊടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ അത് ഫലപ്രദമായിട്ട് വരികയുള്ളൂ. ഇനിയിപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഇതിന് സ്പ്രേയറിൽ അരിച്ചൊഴിക്കാം. ഈ തൈരിൻ്റെ കട്ട ഇതുപോലെ വരുന്നത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അങ്ങ് ഉടച്ച് ചേർക്കാം. ഇതേപോലെ കൈകൊണ്ട് ഉടച്ച് അരിപ്പി കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇലകളിലും പൂക്കളിലും നന്നായിട്ടടിക്കണം. ഇലകളിലും പൂക്കളിലും ഒക്കെ നമ്മൾ ഇലയുടെ അടിവശത്തും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. 5 ദിവസത്തിലൊരുക്ക ഒരു 4 പ്രാവശ്യമെങ്കിലും തുടർച്ചയായിട്ട് ഇത് ചെയ്തെങ്കിൽ മാത്രമേ പ്രാണികളുടെ ശല്യം നമുക്ക്
നിർത്തി കിട്ടാൻ സാധ്യതയുള്ളൂ. ഇത് അതിൻ്റെ ഇലകളിലും പൂക്കളിലും ഒക്കെ ഭംഗിയായിട്ട് ഇലയുടെ അടിവശത്തും ഒക്കെ വരത്തക്ക വിധത്തിൽ ഭംഗിയായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. പൂക്കളിലും തട്ടണം, പൂക്കളിലും നന്നായിട്ട് തട്ടണം. ഇതിപ്പോ ഇവിടെ നമ്മളൊരു ജൈവ കീടനാശിനിയായിട്ടാണ് ഉപയോഗിച്ചത്. അതുപോലെ തന്നെ മുളകില് കൂടുതൽ മുളകുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾക്ക് പ്രയോഗിക്കാവുന്ന ഒരു സൂപ്പർ വളവും കൂടെ ആണിത്, ഈ പാൽക്കായം തൈര് മിശ്രിതം. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.